ഞാൻ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 to 6 ടൈംസ് ഒക്കെ ബേബിനെ എടുത്ത് 40 ഡേയ്സിൽ ഓടുന്നുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ബേബിയുടെ പേര് ട്വെലൻ എൻഡ്രസ് റിവാസ്. എനിക്ക് തോന്നുന്നു ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി പുതിയൊരു ഫേസ്, പുതിയൊരു ലൈഫ് വിത്ത് എ ലിറ്റിൽ പ്രിൻസസ്. നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ലൈഫിൽ. പഴയ പ്ലേസി അല്ല, പക്ഷെ എല്ലാ മൊമെന്റ്സും എൻജോയ് ചെയ്യുന്നുണ്ട്. 90 ഡേയ്സ് ഒക്കെ ആയിട്ട് ആളെ കൊണ്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി തുടങ്ങണം. എല്ലാവർക്കും ഇത് ഒരേപോലെയാണ്. ഇപ്പൊ എനിക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഒന്നിച്ചായിരുന്നു പ്രഗ്നൻസി. സോ ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് ഹാർഡറാണ്. വേറൊരു വിശേഷം പറയാനുള്ളത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറയാൻ പറ്റുമോ? ഞങ്ങള് യൂറോപ്പിൽ നിന്ന് ജെൻഡർ നോക്കിയപ്പം ഇറ്റ് വാസ് ലൈക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവും, പിംപിൾസ് ഉണ്ടാവും, അതുപോലെ ബ്രേക്ക് ഔട്ട്സ്. മൊത്തത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. സോ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ മെയിൻലി ഞാൻ യൂസ് ചെയ്തത് ഹിമാലയയുടെ ഈ ഒരു പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ്. സോ ഹിമാലയ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞങ്ങളുടെ സ്കൂളിലെ ട്രിപ്പാണ് ഓർമ്മ വരുന്നത്. സ്കൂളിൽ ട്രിപ്പ് പോകുമ്പോൾ അന്ന് എനിക്കൊന്ന് ബാംഗ്ലൂർ മൈസൂരാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നീ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന്. സോ ഇതൊരു 99.9% നമ്മുടെ ഇംപ്യൂരിറ്റീസും പിമ്പിൾസിനൊക്കെ പ്രിവെന്റ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ട്വൈസ് എ ഡേ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് മസാജ് ചെയ്യുന്ന ഒരു സർക്കുലർ മോഷനിൽ. ഇത് സ്കിൻ ഫ്രണ്ട്ലി pH ആണ്, അതുപോലെ സോപ്പ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ആൻഡ് ദിസ് ക്ലിനിക്കലി പ്രൂവഡ് ആണ് കേട്ടോ നമ്മുടെ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ. ഫസ്റ്റ് വാഷിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ഫീൽ ചെയ്യും. 100% നീമാണ്. നീം നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് മില്യൺസ് ഓഫ് പീപ്പിൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു ബ്രാൻഡാണ് ഹിമാലയ. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കിയിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകണ്ടേ, ഒരുപാട് വിശേഷങ്ങളും കഥകളൊക്കെ പറയാനുണ്ട്. സോ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് പെട്ടെന്ന് വരാം. സോ ഇതാണ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ആഫ്റ്റർ ലുക്ക്. ഒരു ഇൻസ്റ്റന്റ് ഫ്രഷ്നെസ് ആണ്. ഹലോ. സോ കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ അടുത്തൊരു വ്ളോഗായിട്ട് നമ്മൾ വരുന്നത്. സോ ഈ ഒരു വ്ളോഗിൽ ഞാൻ മാത്രമാണുള്ളത്. യൂഷ്വലി നിങ്ങൾ ഞങ്ങളുടെ ഹലോ 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 എന്നൊക്കെയുള്ള നമ്മളെ ഇൻട്രോ ഒക്കെ കാണാറുണ്ട് വിത്ത് റീ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, നമ്മളൊരു ലിറ്റിൽ പ്രിൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് റീ ബിസിയാണ്. ഇന്നത്തെ വീഡിയോയില് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാനായിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഒരു ക്വിക്ക് ലൈഫ് അപ്ഡേറ്റ്. എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പൊ കാലിക്കറ്റുന്നോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇപ്പൊ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലേ, നിങ്ങളെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത നമ്മുടെ ഉമ്മമാര് അങ്ങനെ ഒരുപാട് പേരായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാം അറിയും. ഡോക്ടർ ഹെബയോഷ്ര എന്നാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. സോ അതിൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ വിശേഷങ്ങളും അറിയാം. യൂട്യൂബിൽ ഫോളോ ചെയ്യാത്തവർക്ക് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വ്ളോഗായിട്ട് ഒരുപാട് കാലമായി. സോ ഒരു ക്വിക്ക് ലൈഫ് അപ്ഡേറ്റ് ആണ് അബൌട്ട് അവർ പ്രഗ്നൻസി ജേർണി, നമ്മുടെ ലൈഫിലെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു പ്രഗ്നൻസി ഡെലിവറി C-section ആയിരുന്നു. ആൻഡ് ഓൾസോ ബേബിയുടെ നെയിമിംഗ് സെറമണിയും ക്രാഡൽ സെറമണിയും ഹക്കീക്കത്തൊക്കെ കഴിഞ്ഞു. അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് മൈ ഡെലിവറി ജേർണി. സോ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ റിസപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് 2023 ഡിസംബറിലാണ്. ഞാൻ ക്യാരിങ് ആവുന്നത് നമ്മളൊരു ഏപ്രിൽ 2024 എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ഞങ്ങൾ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ക്യാരിങ് ആവുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് ഭയങ്കര അസിഡിറ്റി പ്രോബ്ലം, വോമിറ്റിങ്. ലിറ്ററലി എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻസി പബ്ലിക്ലി അനൗൺസ് ചെയ്യുന്നത് 7th month ഒക്കെ ആയപ്പോഴാണ്. പക്ഷെ ഒരുപാട് പേര് എൻ്റെ ഫേസിലെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ട് ഷൂട്ടിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാരിങ് ആണോ എന്ന്. ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല ഒരു 5-6 months. അങ്ങനെ ഒരുപാട് പേര് ഗസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് ഒരു
ഒരു 5th 6th മന്ത് സെക്കൻഡ് ട്രൈമസ്റ്റർ ലാസ്റ്റിലോട്ടൊക്കെ ആയപ്പോൾ ഐ വാസ് ലൈക്ക് ഫീലിംഗ് ഓക്കെ. അങ്ങനെ ആയി വന്നു. അതിനിടയിൽ 2 months ദുബായിൽ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമില് എന്താ പറയുക ഹാർഡായിരുന്നു. പിന്നെ ഞാൻ റീനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് വി വെന്റ് ഫോർ എ ട്രിപ്പ്, ബേബി മൂൺ എന്ന് പറയും. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ കുറച്ച് വൈറലായിരുന്നു. നമ്മൾ ഹണിമൂൺ എന്നൊക്കെ കേൾക്കുന്ന പോലെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ബേബി ഉണ്ടാകുമ്പോൾ നമ്മൾ ബിഫോർ ഡെലിവറി നമ്മൾ പ്രസവിക്കുന്നതിന് മുന്നേ പോകുന്നൊരു ട്രിപ്പാണ് ബേബി മൂൺ എന്ന് പറയുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഗ്രീസ് ആട്ടോ. ഗ്രീസിലെ സാന്റോറിനി എന്ന് പറഞ്ഞ ഐലൻഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ ഹെബായിഷ്ല എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ ഹെബാരി വ്ളോഗ്സ് ഷോർട്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന്റെ ഇടയിൽ വലയക്കാപ്പ് ഉണ്ടായിരുന്നു, ബേബി ഷവർ ഉണ്ടായിരുന്നു ആൻഡ് ബേബി മൂൺ. ആൻഡ് ഫൈനലി December 7th രാവിലെ 7:10 ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിൽ ലിറ്റിൽ പ്രിൻസസ് ജനിച്ചു. അതിന്റെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. ഇനി അത് കാണാത്തവർക്ക് എനിക്ക് C-section ആയിരുന്നു. ഞാനൊരു ഫുൾ ഡെലിവറി പെയിൻ ഗോ ത്രൂ ചെയ്തു. ഓൾമോസ്റ്റ് ഐ വാസ് ദേർ. പിന്നെയാണ് C-section ആവുന്നത്. കാരണം എനിക്ക് മെക്കോണി നമ്മുടെ മഷി ഇളകാന്ന് പറയില്ല, അത് പാസ്സായിരുന്നു. അങ്ങനെ C-section ആയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പറയാൻ പ്രിപ്പയർഡ് അല്ല. ഞാനൊരു കഥ പോലെ ഈ ഒരു മാസങ്ങൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 20 days വീട്ടിലായിരുന്നു. അതിനുശേഷം പെരിന്തൽമണ്ണയിൽ നമ്മുടെ അൽഷിഫ ഗ്രൂപ്പിന്റെ ഷിഫ മെറ്റേണലിലായിരുന്നു എൻ്റെ ഒരു പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെന്റ്സ് ഒക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ശരിക്കും ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് 70th day ആട്ടോ. ഡെലിവറി കഴിഞ്ഞ് 70 days ആയി. ഇപ്പം ഒരു അവിടുന്ന് പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷമായിരുന്നു നമ്മുടെ ബേബിയുടെ നെയിമിംഗ് സെറമണി. നിങ്ങൾ വീഡിയോ കണ്ടോന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ബേബിയുടെ പേര് ട്വെലൻ എൻഡ്രസ് റിവാസ്. എനിക്ക് തോന്നുന്നു ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ട്വെലൻ എൻഡ്രസ് റിവാസ്. ട്വെലൻ എൻഡ്രസ് എന്നാണ് പേര്. റിവാസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ. റീഡ് ഫുൾ നെയിം. അത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. റീഡ് ഫുൾ നെയിം ഇസ് ആൻവൻ റിവാസ് മൊയ്തീൻ കളത്തുങ്ങൽ. സോ റീ ഹാവ് ലിറ്ററലി 4 names ഉണ്ട്. എനിക്ക് ഹെബ യോശ്ര. അപ്പൊ പേരെന്താ ഇങ്ങനെ ഇട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സംതിങ് യുണീക്ക് ഡിഫറെന്റ് ആവണമെന്നുണ്ടായിരുന്നു ബേബിയുടെ പേര്. ആൻഡ് ഓഫ് കോഴ്സ് 2 പേരെയും പേര് യുണീക്കാണ്, ഡിഫറെന്റ് ആണെന്നൊക്കെ എപ്പോഴും എല്ലാവരും കേൾക്കുമ്പോൾ പറയും. അപ്പൊ ബേബിയുടെ പേര് നമ്മൾ ഒരുപാട് ഇങ്ങനെ എനിക്ക് T വെച്ച് വേണമെന്നുണ്ടായിരുന്നു. ആൻഡ് എൻഡ്രസ് എന്നുള്ളത് ഇൻഷാല്ല ഇനി ഉണ്ടാവുന്ന ബേബീസിന്റെ ഒക്കെ ഒരു ഫാമിലി നെയിം പോലെ സെന്റർ നെയിം എൻഡ്രസ് വേണമെന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ട്വെലൻ എൻഡ്രസ് റിവാസ്. ആൻഡ് ഞങ്ങൾ വിളിക്കുന്നത് ടെസ് ബേബിയാണ് ഞങ്ങള്. വേറൊരു വിശേഷം പറയാനുള്ളത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറയാൻ പറ്റുമോ? ഞങ്ങള് യൂറോപ്പിൽ നിന്ന് ജെൻഡർ നോക്കിയപ്പം ഇറ്റ് വാസ് ലൈക്ക് അവര് ബോയ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജെൻഡർ പ്രഡിക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ. ആൻഡ് ലിറ്ററലി ഞങ്ങൾ ബോയ് ആണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ടിം എന്നൊക്കെ പേരിട്ടു. ലൈക്ക് വീട്ടിൽ നിന്ന് വിളിക്കാൻ ടിം എന്ന് വിളിക്കാം, ബോയ്ക്കുള്ള വേറെ പേരൊക്കെ കണ്ടു. ആൻഡ് നാട്ടിൽ നിന്ന് ലൈക്ക് ഐ ഹാഡ് എ ക്ലൂ. ലൈക്ക് എൻ്റെ ഒരു കസിൻ അങ്ങനെ ഗേൾ ആണെന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞു. കസിൻ ഡോക്ടറാണ്. അപ്പൊ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പ്രിപ്പയർഡ് ആയില്ല. ശരിക്ക് അറിയാത്ത പോലെ തന്നെ ആയിരുന്നു ഡെലിവറി സമയത്ത്. അങ്ങനെയാണ് ഗേൾ ആയത്. ഏത് ബോയ് ആയാലും ഗേൾ ആയാലും അൽഹംദുലില്ലാ നമ്മൾ ഹാപ്പിയാണ്. സോ ഞാൻ ആ ബേബി മൂണിന്റെ വീഡിയോന്റെ സമയത്ത് ഞങ്ങൾ യൂറോപ്പിൽ വെച്ച് ജെൻഡർ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ജെൻഡർ ചെക്ക് ചെയ്ത് തെറ്റിയ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളോടാണ് പറയുന്നത്. യൂട്യൂബ് ഫാമിലിക്ക് അറിയുള്ളൂ. ആൻഡ് എവിടെ എത്തി? യെസ്, കമ്മിങ് ബാക്ക്. പേരിലേക്ക് തിരിച്ചു വരികയാണ്. സോ ട്വെലൻ എൻഡ്രസ് റിവാസ്. പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്യൂ. ആൻഡ് ട്വെലൻ എൻഡ്രസ് റിവാസിൽ ഈ സൈലന്റ് ആണ് കേട്ടോ. റിവാസിലും എൻഡ്രസിലൊക്കെ ഈ സൈലന്റ് ആണ്. പ്രൊനൗൺസിയേഷൻ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ആൻഡ് നെയിമിംഗ് സെറമണി ഉണ്ടായിരുന്നു. ആൻഡ് ക്രാഡൽ സെറമണി, നമ്മൾ പൊന്നു കെട്ടിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, ആ സെയിം ഡേ ആയിരുന്നു ആളുടെ അക്കീക്കത്ത്, അതായത് മുടി കളയുന്ന പരിപാടി ഉണ്ടായിരുന്നു. ബിക്കോസ് ആൾക്ക് കുറച്ച് ലേറ്റ് ആയി, 60 days ആയപ്പോഴാണ് മുടി കളഞ്ഞത്. അക്കീക്കത്തൊക്കെ നമ്മൾ 7th day തന്നെ ചെയ്തിരുന്നു. അക്കീക്കത്തൊക്കെ 7th day തന്നെ കഴിഞ്ഞിരുന്നു. ബിക്കോസ് നിയോനേറ്റൽ ആക്നീസ് ഇല്ലേ, നമ്മൾ ഈ ഒരു ഫേസിൽ മൊത്തം റെഡ് ഹെഡിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുടി കളയാൻ ലേറ്റ് ആയത് അതുകൊണ്ടാണ്. ആൻഡ് ഇപ്പം 70 days അൽഹംദുലില്ലാ ഹാർഡറാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇമോഷണൽ ബാലൻസ് ഒക്കെ എന്താ പറയാ, ഹോർമോണൽ ഇൻബാലൻസസും ഇമോഷണലി നമ്മൾ ഒരുപാട് റോളർ കോസ്റ്റർ റൈഡാണ്. ഇനി പുതിയൊരു ഫേസ്, പുതിയൊരു ലൈഫ് വിത്ത് ലിറ്റിൽ പ്രിൻസസ്. നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ലൈഫിൽ. പഴയ പോലെ ഈസി അല്ല, പക്ഷെ എല്ലാ മൊമെന്റ്സും എൻജോയ് ചെയ്യുന്നുണ്ട്. 90 days ഒക്കെ ആയിട്ട് ആളെ കൊണ്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി തുടങ്ങണം. ആൻഡ് ബാക്ക് ടു വർക്ക്സ് എടുക്കാൻ തുടങ്ങി. കാരണം ഒത്തിരി മനസ്സായില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. മറ്റത് നമ്മൾ ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരിക്കും. പിന്നെയാണ് നമുക്ക് ഓരോ ഡിപ്രഷൻ പോലെയൊക്കെ തോന്നുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ഐ എം ബാക്ക് ആൻഡ് 70 days ആയി അൽഹംദുലില്ലാ. എല്ലാവരും ദുആ ചെയ്യണം.
വേറെ എന്തൊക്കെയാ ഇനി ലൈഫ് അപ്ഡേറ്റ്സ് ഉണ്ട്, വി ആർ മൂവിങ് ആൻഡ് അതിനെ കുറിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ എനിക്കൊന്നൊരു ക്വിക്ക് അപ്ഡേറ്റ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് സ്റ്റേ ട്യൂൺ, നമ്മളൊരു Q&A വെക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. അതിന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നത് യൂട്യൂബിലായിരിക്കും. എനിക്കറിയാം പ്രഗ്നൻസിയും ഡെലിവറിയും ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും നിങ്ങൾക്കും ചോദിക്കാനുണ്ടാവുമെന്ന്. സോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ആവും. നമ്മൾ എന്തായാലും ആ ഒരു Q&Aയിലേക്ക് ഈ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഫേസ് ഹാർഡർ ആണ്. നമ്മളെപ്പോലെ തന്നെ ഈ ഫേസിലുള്ള എല്ലാവർക്കും ഇത് ഒരേപോലെയാണ്. ഇപ്പൊ എനിക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഒന്നിച്ചായിരുന്നു പ്രഗ്നൻസി. സോ ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് ഹാർഡർ ആണ്. ആരും ഇത് ഭയങ്കര എന്താ പറയാ ഒരു പ്രശ്നമില്ലാതെ ചെയ്ത ആരും ഇല്ല. നമുക്ക് ആ ഒരു പാർട്ട്ണർഷിപ്പ് ലൈക്ക് ഈക്വൽ പാരന്റിങ്ങിന് നമ്മളെ പാർട്ട്ണർ കൂടെ അതുപോലെ പാരന്റ്സ് ഒക്കെ ഒന്നിച്ചുള്ളപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യും. ഈ ഒരു ഫേസ് നമുക്ക് കടന്നു പോകും. ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു 40 ഡേയ്സിലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഹാർഡ്നെസ് ഉണ്ടാവും, അതും നമുക്ക് ഹാർഡർ ആയിട്ട് തോന്നും. ബേബി കുഞ്ഞു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5 to 6 ടൈംസ് ഒക്കെ ബേബിനെ എടുത്ത് 40 ഡേയ്സിൽ ഓടുന്നുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. സോ ഈ ഒരു ഫേസ് ഒക്കെ കടന്നു പോകും. എല്ലാവരും സ്ട്രോങ്ങർ ആയിട്ട് ഇരിക്കുക. ഞാനിപ്പോ 70 ഡേയ്സ് ആയപ്പോൾ എന്താ പറയാ ആ ഒരു കോൺഫിഡൻസിൽ പറയണം. അന്ന് എന്റെ അടുത്ത് പലരും ഇത് കഴിഞ്ഞവര് പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിയും, നീ ഓക്കെ ആവും. ബട്ട് ഇപ്പോഴും ആ ഒരു ഫേസ് ആലോചിക്കുമ്പോ ഞാനിത് കഴിഞ്ഞല്ലോ, ഞാൻ ഇവിടെ എത്തിയല്ലോ എന്നാണ്. ഞാൻ എവിടെ എത്തിയിട്ടില്ല, എനിക്കറിയാം ഒരുപാട് പേര് കമന്റ് ചെയ്യും. ഇനി സ്കൂള് എന്താ പറയാ ടോട്ടലേഴ്സ് ലൈഫ് അതൊക്കെ വരുന്നുണ്ട്. ബട്ട് ഐ എം ഹാപ്പി, ഇവിടെ എത്തിയല്ലോ, ഇനിയുണ്ട് പോവാനും അറിയാം. സോ ഈ ഒരു ഫേസ് എൻജോയ് ചെയ്യുക. ആ ന്യൂ ബോൺ ഫേസ് ഒന്നും എന്താ പറയാ എനിക്കിപ്പോ 70 ഡേയ്സ് ആയിട്ടും എനിക്ക് ആ ആളുടെ ന്യൂ ബോൺ ആ 28 ഡേയ്സിനുള്ളിലുള്ള ആ ടൈമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എൻജോയ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, കൂളായിട്ടിരിക്കുക. വേറെ ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്. നമ്മളെ ബേബി ഉണ്ടായപ്പോൾ തൊട്ട് എല്ലാവരും ഒരുപാട് മെസ്സേജസും വിഷസ് ഒക്കെ പറയുന്നുണ്ട്. 1 by 1 എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫസ്റ്റ് ടൈം മോം ആവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ ടെൻസ്ഡ് ആയിരിക്കും, ആൻസൈറ്റി എല്ലാം ഉണ്ട്. ഈ ഒരു ജേർണി ഈസി ആവില്ലല്ലോ. പിന്നെ പാർട്ട്ണർ നമ്മളെ പാരന്റ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഐ എം ഫീലിംഗ് ഓക്കെ. ഇനി ഇൻഷാല്ലാ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ.